السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഈ മഹത്തായ വേദിയിൽ എത്തിച്ചേരുകയും അധ്യക്ഷഭാഷണം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുകയും ചെയ്ത ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഷെയ്ഖുനാ മുഹീസൻ അബ്നുൽ ഉസ്താദ്, മറ്റ് സമാദരണീയരായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, മുത്താലിംകളെ, സഹോദരങ്ങളെ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നമ്മളെന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മളെല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് റാഹത്തിനും സന്തോഷത്തിനുമാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ബർസഖി ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. ഏറ്റവും ബറക്കത്താക്കപ്പെട്ട ഒരു സദസ്സരാണ് നമ്മൾ സംബന്ധിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ മഹാനായ അബുൽ ഹഖ് മൗലാന അബ്ദുൽ ബാരി ഖദ്ദസല്ലാഹുൽ അസീസ് തങ്ങളുടെ സ്മരണ അയവിറക്കുന്ന മഹത്തായ വേദിയാണിത്. മഹാന്മാരായ ആളുകളെക്കുറിച്ചുള്ള ഓർമ്മകളും സ്മരണകളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആത്മീയ പ്രചോദനമാണ്. അത്തരം സദസ്സുകൾക്ക് പോലും അതിൻ്റേതായ വലിയ പുണ്യം ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, ഇൻദ ദിക്രി സ്വാലിഹീന തൻസിലുർ റഹ്മ. സ്വാലിഹീങ്ങളായ ആളുകളെ പറയുന്നിടത്തും ഓർക്കുന്നിടത്തും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കാരുണ്യം അവതീർണമാകുന്നു. ആ നിലക്ക് ചിന്തിക്കുമ്പോൾ ഈ മഹത്തായ വേദി എന്തുകൊണ്ടും പുണ്യവത്താണ്, ദുആക്ക് ഇജാബത്തുള്ളത്. ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരി ഖദ്ദസല്ലാഹുൽ അസീസ് തങ്ങളെ നമ്മൾ സ്മരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം, നമ്മളെന്നീ കാണുന്ന പ്രാസ്ഥാനികമായ ചൈതന്യത്തിൻ്റെ വിദാതാക്കളിൽ ഏറ്റവും പ്രമുഖനാണ് ബഹുമാനപ്പെട്ടവർ എന്നുള്ളതാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറുല്ലാഹു മർഖദ, പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറുല്ലാഹു മർഖദ. അത് കഴിഞ്ഞാൽ അതിനോട് ചേർത്തി വെക്കാവുന്ന മൂന്നാമൻ ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരിയാണ്. അവിടുത്തെ ജീവിതം മുഴുവനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പാലൂട്ടുവാനും പൊറ്റുവളർത്തുവാനും വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് സമ്മാനിക്കുന്നില്ല കഴിവുകളെയും അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. വിശ്വാസികളായ ആളുകളെക്കുറിച്ച് പറഞ്ഞെടുത്ത് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നാം അവർക്ക് സമ്മാനിച്ചതിൽ നിന്ന് അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. ആ സമ്മാനിച്ചത് കേവലം സമ്പത്ത് മാത്രമല്ല, ഒരാളുടെ സർഗ്ഗ കഴിവും സ്വാധീനവും എല്ലാം ചെലവഴിക്കുക. ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരി തൻ്റെ സമ്പത്തും ശരീരവും സ്വാധീനവും സർഗ്ഗ കഴിവും ദൈക്ഷണികതയുമൊക്കെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതിന് കൃത്യമായ ചരിത്രരേഖകൾ തന്നെ ഉണ്ട്. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഏറ്റവും വലിയ ദൈക്ഷണികമായ ഒരു നേതൃത്വമായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി. അവിടെ നിന്ന് ജീവിച്ച കാലഘട്ടത്തിലെ ഒരു ബുദ്ധിജീവി എന്ന് നമുക്ക് കൃത്യമായി വിലയിരുത്താൻ കഴിയുന്ന ശേഷിയും ചിന്തയും എല്ലാം ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ്റെ സർഗ്ഗ കഴിവുകളിൽ ഏറ്റവും പ്രധാനമാണ് പ്രഭാഷണം നടത്താനുള്ള ശേഷി, അതുപോലെ തന്നെ എഴുതാനുള്ള ശേഷി. ഇത് രണ്ടും ആ കാലഘട്ടത്തിൽ വളരെ കൃത്യമായി പരിപോഷിപ്പിക്കുകയും അതുപോലെ തന്നെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അൽ ബയാൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനായിരുന്നു ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരി. അവിടുത്തെ എഴുത്ത് കേവലം കർമ്മശാസ്ത്രങ്ങളിലോ അതല്ലെങ്കിൽ അനുബന്ധ കാര്യങ്ങളിലോ മാത്രം ഒതുങ്ങിയില്ല, മറിച്ച് ഒന്നുകൂടി ഉയർന്നു ചിന്തിച്ചുകൊണ്ട് കാലത്തെയും ലോകത്തെയും മനസ്സിലാക്കുവാനും സാമൂഹികമായ മാറ്റങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനും പറ്റുന്ന അർത്ഥത്തിൽ എഴുത്തുകളായിരുന്നു എന്ന്. മുസ്ലിം ലോകം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഖണ്ഡക്ഷര തന്നെ ബഹുമാനപ്പെട്ടവർ അൽ ബയാനിൽ എഴുതിയിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അന്നത്തെ കാലങ്ങളിൽ ഇന്നത്തെ പോലെ വിരൽത്തുമ്പിൽ വിവരങ്ങൾ ലഭിക്കുന്ന കാലമല്ല. വിരൽത്തുമ്പിൽ വിവരം ലഭിക്കാത്ത ആ കാലഘട്ടത്തിൽ കിട്ടാവുന്ന സ്രോതസ്സുകളിൽ നിന്നെല്ലാം തന്നെ ആഗോളജ്ഞാനങ്ങൾ ആവാഹിച്ചെടുത്തുകൊണ്ട് അത് മലയാളികൾക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി അധ്വാനിച്ചത് ചില്ലറയല്ല, നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള അടിസ്ഥാനപരമായ എല്ലാവിധ പാശ്ചാത്തലവും ബഹുമാനപ്പെട്ട ശൈഖുനക്കുണ്ടായിരുന്നു. അറബി ഭാഷയിലും മലയാള ഭാഷയിലും പാർസി ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും അസാമാന്യമായ കഴിവ് തന്നെ ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു എന്നാണ് സമശീർഷരായ ആളുകളെല്ലാം തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ആ കഴിവുകളെല്ലാം ഉപയോഗപ്പെടുത്തി ലോകത്തെ മാറ്റിപ്പണിയാൻ വേണ്ടി പുതിയ ചിന്തകളെ ബഹുമാനപ്പെട്ടവർ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ അരുണോദയം കൃത്യമായി പ്രകടമായി നമ്മളിന്നീ കാണുന്ന പ്രാസ്ഥാനികമായ ചൈതന്യവും മുന്നേറ്റവുമൊക്കെ അതിൻ്റെ പിൻബലത്തിൽ ഉള്ളതാണ് എന്നുള്ളതാണ് ഈ സമയത്ത് പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടത്, പറയേണ്ടത്. ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുകയല്ല. മറ്റു പണ്ഡിതന്മാർ നമ്മളോട് സംസാരിക്കാറുണ്ട്. ബഹുമാനപ്പെട്ടവർ വളരെ ഉയർന്നു ചിന്തിച്ചു. ആ കാലഘട്ടത്തിലുള്ള സാമൂഹികമായ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുവാൻ സന്നദ്ധമായി. നമുക്കറിയാം 1921 മാപ്പിള സമരം, നമ്മൾ സാധാരണഗതിയിൽ അതിനെ മാപ്പിള കലാപം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതൊക്കെ ബ്രിട്ടീഷുകാരൻ്റെ ബോധപൂർവമായിട്ടുള്ള മസ്തിഷ്ക പ്രക്ഷാളനത്തിൻ്റെ ഭാഗമായി നമ്മളിലേക്ക് എത്തിച്ചേർന്ന പദപ്രയോഗങ്ങളാണ്. ഇപ്പോൾ വാഗൺ ട്രാജഡി എന്ന് പറയും. അതൊരു ദുരന്തമായിരുന്നു എന്ന് വരുത്തി തീർക്കാനാണ്. വാഗൺ ട്രാജഡി അല്ല, വാഗൺ എന്നാണ്, കൂട്ടക്കൊലയാണ് നടന്നത്. പക്ഷെ ആ പേര് ബ്രിട്ടീഷുകാരൻ നിരന്തരമായി എഴുതി പിടിപ്പിച്ചു. ഇംഗ്ലീഷ് ഭാഷയിൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ പുറത്തിറങ്ങിയിരുന്ന അന്നത്തെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഇത്തരം ഭാഷാ പ്രയോഗങ്ങൾ അവർ നടത്തി. ആ ഭാഷാ പ്രയോഗങ്ങളെ പിന്നീട് ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകൾ കടമെടുക്കുകയും അത് മലയാളത്തിലേക്കും മറ്റുള്ള ഭാഷകളിലേക്കുമൊക്കെ കൃത്യമായി പ്രസരണം ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമുള്ള വാക്ക് പ്രയോഗങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. മാപ്പിള ഒരിക്കലും തന്നെ കലാപമല്ല, മറിച്ചത് സമരമായിരുന്നു. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പിതാമഹന്മാർ നടത്തിയിട്ടുള്ള ആർജവത്തോടു കൂടിയുള്ള സമരം, നിരായുധരായ അവരുടെ പ്രതിരോധം. അപ്പൊ ആ പ്രതിരോധ കാലഘട്ടത്തിൽ തൻ്റെതായ പങ്ക് ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരി വഹിച്ചിരുന്നു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തുന്നു. അഥവാ സാമൂഹികമായ മാറ്റങ്ങളെ മനസ്സിലാക്കി അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരു ദൈക്ഷണികനായ പണ്ഡിതനെയാണ് ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരിയിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത്. വിദ്യാഭ്യാസപരമായ മുന്നേറ്റം എല്ലാ മേഖലകളിലും ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ടവർ ആഗ്രഹിച്ചു. നമ്മൾ വിദ്യാഭ്യാസത്തെ ഭൗതികം അഭൗതികം എന്നൊക്കെ ഒരുപക്ഷെ വേർതിരിച്ച് സംസാരിക്കുന്ന കാലമായിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിലും ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഇവിടെയുള്ള സ്കൂൾ, LP സ്കൂൾ, ആ LP സ്കൂൾ സ്വന്തം ചെലവിൽ ബഹുമാനപ്പെട്ടവർ പണിതതാണ്. അതാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നാണ് ഞാൻ തോന്നുന്നത്, അല്ലേ? ഗവൺമെന്റ് ഹൈസ്കൂളല്ലേ ഇവിടെ? ഗവൺമെന്റ് ഹൈസ്കൂള് അത് സർക്കാരിന് ബഹുമാനപ്പെട്ടവർ വിട്ടുകൊടുത്തതാണ്. തൻ്റെ സ്വന്തം ചെലവിൽ പണിതുണ്ടാക്കിയ ആ സ്കൂൾ ബഹുമാനപ്പെട്ട സർക്കാരിന് അങ്ങോട്ട് സമ്മാനിച്ചാണ്. സാധാരണ സർക്കാർ നമുക്ക് ഇങ്ങോട്ടാണ് സമ്മാനിക്കാറുള്ളത്. എന്നാൽ ബഹുമാനപ്പെട്ടവർ സർക്കാരിന് അങ്ങോട്ട് സമ്മാനിക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടു. സമൂഹം വിദ്യാഭ്യാസപരമായ ഉയരങ്ങളിലേക്ക് എത്തണം. ആധ്യാത്മികമായി അവർക്ക് കൃത്യമായ ഒരു റൂട്ടുണ്ടാകണം. മഹാന്മാരായ പണ്ഡിതന്മാരുടെ സമാദരണീയമായ നേതൃത്വത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നിടത്താണ് അപജയങ്ങളില്ലാതെ അബദ്ധങ്ങളില്ലാതെ പോകാൻ സാധിക്കുക എന്നുള്ള തിരിച്ചറിവ് നേരത്തെ തന്നെ കൊടുത്തു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതാക്കൾ സ്വീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരിയുടെ നേതൃത്വത്തിലൊരു സംഘം ഈ റോഡിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. ആ സംഘത്തിൽ ഇന്ന് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികം ആചരിക്കുവാനും ആഘോഷിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുത്തൻവാദികളുടെ പ്രപിതാക്കന്മാരും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ചില ആളുകളുടെ അഭിപ്രായം പറഞ്ഞു, നമുക്ക് ഒരു കേരള ഉലമാ മജ്ലിസ് രൂപപ്പെടുത്തണം. അപ്പൊ അതിനവർക്ക് അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഘടന, ഒരു പ്രസ്ഥാനത്തിന്റെ രൂപീകരണം നമുക്ക് ആവശ്യമാണ് എന്ന് അവിടെ വെച്ച് ബിദ്ഈ ചിന്താഗതി ഉള്ളിൽ കിടന്നിട്ടുള്ള ചില ആളുകൾക്ക്
അഭിപ്രായമുണ്ടായപ്പോൾ അതിനെ ഏറ്റവും ആദ്യമായി എതിർത്തത് ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരിയായിരുന്നു. അവിടെ നിന്ന് പറഞ്ഞു, കേരളത്തിൽ നമ്മളെ പ്രഗത്ഭരായ ഉലമാക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരുടെ ആശീർവാദമില്ലാതെ, അവരോട് മുഷാവറയില്ലാതെ, അവരോട് കൂടിയാലോചനയില്ലാതെ ഇവിടെ വെച്ച് കേരളത്തിലേക്ക് ഒരു പണ്ഡിത സഭ അത് രൂപീകരിക്കേണ്ട കാര്യമില്ല, ഞാനതിൽ ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പുവെക്കാതെ ബഹുമാനപ്പെട്ട തന്റെ വിയോജിപ്പ് ആർജവത്തോടുകൂടെ അവിടെ പ്രഖ്യാപിച്ചു. എന്തായിരുന്നു ഇതിന്റെ കാരണം? അവിടുത്തെ ബഹുമാനപ്പെട്ടവർക്ക് കാലത്തിന് മുന്നേ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. കാലത്തിന് മുന്നേ അവിടെ നിന്ന് ചിന്തിച്ചു. ഭാവിയിൽ വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള പര്യാലോചന അവിടത്തേക്കുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ ഒരു ദൗത്യത്തെ മുളയിലെ നുള്ളിക്കളയാൻ വേണ്ടി ശ്രമിച്ചത്. എന്തായിരുന്നാലും നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആത്മീയമായ മുന്നേറ്റങ്ങളിൽ വലിയൊരു പങ്ക് ബഹുമാനപ്പെട്ടവർ പറ്റിക്കൊണ്ടിരിക്കുന്നു എല്ലാ കാര്യങ്ങളിലും. നമുക്കറിയാമല്ലോ, നമ്മളെ മതവിദ്യാഭ്യാസ മേഖല, മദ്രസ പ്രസ്ഥാനം കേരളത്തിന് അകത്തും പുറത്തും ഉണ്ടാക്കിയിട്ടുള്ള വിപ്ലവങ്ങൾ അന്യാദൃശ്യമാണ്. ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിപ്ലവമാണ്, അതുല്യമായ വിദ്യാഭ്യാസ വിപ്ലവമാണ്, ലോകത്തിൽ തന്നെ തുലനം ചെയ്യാനില്ലാത്ത വിദ്യാഭ്യാസ വിപ്ലവമാണ് മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ നടത്തുന്നത്. എന്നാൽ ആ മദ്രസ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള നേരത്തെ തന്നെ ചിന്തകൾ ഉണ്ടായിരുന്നു. വളവന്നൂരിൽ ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരി ദർസ് നടത്തുന്ന കാലഘട്ടത്തിൽ പ്രത്യേകമായ സിലബസ് ഉണ്ടാക്കിയിരുന്നു എന്നാണ്. അന്നൊന്നും സിലബസിനെ കുറിച്ച് ആരും ചിന്തിക്കാത്ത കാലമാണ്. ആ ചിന്തിക്കാത്ത കാലഘട്ടത്തിൽ ദർസിൽ വെച്ച് ബഹുമാനപ്പെട്ട ഒരു സിലബസ് ഉണ്ടാക്കിയിരുന്നു. ആ സിലബസ് അധിഷ്ഠിതമായി മുന്നോട്ട് പോകേണ്ടതിന് അനിവാര്യത അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു. കാരണം അത് അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അധിഷ്ഠിതമായിരുന്നു. മദ്രസാ പ്രസ്ഥാനം കടന്നു വന്നപ്പോൾ അതുമായപ്പെട്ട പര്യാലോചനകളൊക്കെ നടന്നത് ഈ പുതുപ്പറമ്പ് വെച്ചാണ്. ഏറ്റവും ഒന്നാമത്തെ മദ്രസ എന്റെ നാട്ടിൽ തന്നെ ആകട്ടെ എന്ന് ബഹുമാനപ്പെട്ടവർ തീരുമാനിച്ചു. ഇങ്ങനെ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിപ്ലവങ്ങളുടെ ഒരു വിധാതാവാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, കേരളത്തിൽ ബഹുമാനപ്പെട്ടെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടില്ല. ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചോ മറ്റോ ഒരു PhDക്കോ ഒരു വിഷയമായി ബഹുമാനപ്പെട്ട എടുക്കാമായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ രചനകൾ, അവിടുത്തെ ഗ്രന്ഥ സ്വഭാവം, അതിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ ധാരാളമായി നടക്കേണ്ടത്. പുതിയ ചെറുപ്പക്കാരായ ചരിത്ര കുതികളായ പണ്ഡിതന്മാരൊക്കെ ആ ഭാഗത്തേക്ക് ചിന്ത വായിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ധാരാളമായി അവിടത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ബഹുമാനപ്പെടുന്ന പാഠം ഉൾക്കൊള്ളുക. യഥാർത്ഥ ആത്മീയതയുടെ പാഠം നമ്മുടെ മുമ്പിലേക്ക് പകർന്നു തന്നത് ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരിയെ പോലെയുള്ള മഹാരഥന്മാരായ ആളുകളാണ്. സൂഫിസവും തസവും ഒക്കെ കൃത്യമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സൂഫിക്ക് അതിരുകളില്ല. എന്തും ചിന്തിക്കാം, എന്തും പ്രവർത്തിക്കാം, എന്തും ആലോചിക്കാം, എന്തും പ്രലപിക്കാം, എന്തും കാട്ടിക്കൂട്ടാം എന്നൊക്കെയുള്ള വിചാരധാരകളെ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി ജുബുത്സാവഹമായ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിനെ നമ്മൾ തിരുത്തി കേവലം പ്രഭാഷണങ്ങളെ കൊണ്ടല്ല, എഴുത്തുകളെ കൊണ്ടല്ല, മറിച്ച് മൗലാന അബ്ദുൽ ബാരിയെ പോലെ നമുക്ക് മുമ്പിൽ ജീവിച്ച മഹാരഥന്മാരെ നമ്മൾ ചിത്രീകരിക്കലാണ്, അവരെ പരിചയപ്പെടുത്തലാണ്. എന്താണ് ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരിയുടെ പ്രത്യേകത? അവിടെ നിന്ന് കൃത്യമായി ആത്മീയത ഉൾക്കൊണ്ട മഹാനായിരുന്നു. നമുക്കറിയാമല്ലോ, നമ്മുടെ പരിസരത്തൊക്കെ വെട്ടം പരത്തിയ വലിയ സൂഫിവര്യനാണ് ബഹുമാനപ്പെട്ട തേനൂരിൽ പാപ്പ. ആ തേനൂരിൽ പാപ്പ ഇജാദത്ത് പലതും സ്വീകരിച്ചത് ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരിയിലായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ആത്മീയ ഗുരുവായിരുന്നു. ആത്മീയ ഗുരുവായിരിക്കുന്നതോടൊപ്പം തന്നെ നല്ല കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആള്. ബഹുമാനപ്പെട്ടവരെ സന്ദർശിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ വന്നാൽ അവിടുന്ന് കൊടുക്കുന്ന നിർദ്ദേശം തന്നെ എന്താണ്? ഒക്കെ ഉഷാറായി പഠിച്ചൊക്കെ നന്നായതിനു ശേഷം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കൂടെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പ്രാസ്ഥാനികമായ സ്വഭാവത്തിനും ഒരു ചട്ടക്കൂട്ടിലും നിന്നുകൊണ്ട് മുന്നോട്ട് പോകലാണ് ആധുനിക കാലഘട്ടത്തിൽ നമ്മളെ വിശ്വാസ സംരക്ഷണത്തിന്, ആധ്യാത്മ സംരക്ഷണത്തിന് ഒക്കെ അനിവാര്യമായിട്ടുള്ളത് എന്ന് കൃത്യമായി ബഹുമാനപ്പെട്ടവർ പഠിപ്പിച്ചിരുന്നു. നമുക്കും ചിന്തിക്കാനുള്ളത് തന്നെയാണ്. അവിടുത്തെ യുവത്തിന് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതാണ്. തസവുഫും മറ്റുമൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു മനുഷ്യനെ വിമലീകരിക്കുന്ന സംഗതികളാണ്. അല്ല മനുഷ്യനെങ്ങനെ ഒരു കുറ്റത്തിൽ നിന്ന് മറ്റൊരു കുറ്റത്തിലേക്ക് ആനയിക്കുന്ന എന്തെങ്കിലും കർമ്മ പദ്ധതികളല്ല തസവുഫ്. ഒരാൾ സൂഫിയായാൽ, തസവുഫ് സ്വീകരിച്ചാൽ
അവൻ തൻ്റെ മാനസികമായ ദുഷ്ടവികാരങ്ങളെ മുഴുവനും പിഴുതെറിയുകയാണ് ചെയ്യുന്നത്. മാനസികമായ ദുഷ്ടവികാരങ്ങൾ എന്താ? അത് പല വികാരങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, ഒരു മനുഷ്യൻ തസൂഫ് സ്വീകരിക്കുമ്പോൾ അവന് തവാദു വേണം, വിനയാനിതനായിരിക്കണം. രണ്ടാമത്തത് ഹുബ്ബുർ റിയാസത്ത്, നേതൃമോഹം അവന്റെ മനസ്സിൽ നിന്ന് പിഴുതെറിയാൻ സാധിക്കണം. ഇന്ന് നേതൃമോഹത്തിന്റെ പേരിലാണ് ഇതെല്ലാം തന്നെ ഉണ്ടായിത്തീരുന്നത്. മഹാന്മാരായ ആധ്യാത്മ ഗുരുക്കളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. വാഖിറുമാ യഖ്റുജു മിൻ ഖുലൂബി സിദ്ദീഖീൻ ഹുബ്ബുർ റിയാസ. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ നബിമാർ കഴിഞ്ഞാലുള്ള ഏറ്റവും ഉയർന്ന പോസ്റ്റാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മൾ കേട്ടു. എന്ന് പറഞ്ഞാൽ ആധ്യാത്മ മേഖലയിൽ വിരാജിക്കുന്ന ആളുകളെ ഏറ്റവും ഉയർന്ന പോസ്റ്റാണ്. ആ ഉയർന്ന പോസ്റ്റിൽ വിരാജിക്കുന്ന ആളുകൾ ക്രമേണ അവരുടെ ജീവിതത്തെ വിമലീകരിച്ച് പല ചീത്ത വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി അവർ കടഞ്ഞെടുക്കപ്പെട്ടവരായി മാറാണ്. അങ്ങനെ തള്ളാൻ വേണ്ടി ശ്രമിച്ച് ഏറ്റവും അവസാനം അവർക്ക് അവരുടെ മനസ്സിൽ നിന്ന് തള്ളാൻ കഴിയുന്ന കാര്യമാണ് ഹുബ്ബുർ റിയാസത്ത്. ആഖിറുമാ യഖ്റുജു മിൻ ഖുലൂബി സിദ്ദീഖീന ഹുബ്ബുർ റിയാസ. നേതൃമോഹം എന്ന് പറഞ്ഞാൽ അത് ഏത് മനുഷ്യനും ഉണ്ടാവും. ആ നേതൃമോഹമാണ് പോയി കിട്ടുക എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥ സൂഫി എന്ന് പറഞ്ഞാൽ. യഥാർത്ഥ സൂഫി എന്ന് പറഞ്ഞാൽ അതാണ്, നേതൃമോഹം പോണം. നമുക്കൊക്കെ അതുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മൾ വഹിക്കുന്ന ഒരു നേതൃസ്ഥാനം, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളൊരു പദവി, അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രതികരണം എന്താണ്? ആ പ്രതികരണം അനുസരിച്ച് നമ്മൾ ആത്മീയതയെ വിലയിരുത്താൻ സാധിക്കും. കാരണം സിദ്ദീഖിന് ഏറ്റവും അവസാനം പോകുന്ന വികാരമാണതെങ്കിൽ സാധാരണക്കാരായ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ഒരിക്കലും തന്നെ പറയാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും നമ്മളെ നന്നാക്കി തരുമാറാവട്ടെ. ഈ തവാദുവിന്റെ വിഷയം എന്താണ്? തവാദു എന്ന് പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, അത്തവാദു ആഖിറുമാ യന്തഹി ഇലൈഹി റിജാലുല്ലാഹ് എന്ന വിനയം എന്ന് പറഞ്ഞാൽ ആഖിറുമാ യന്തഹി ഇലൈഹി റിജാലുല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഇഷ്ടദാസന്മാർ, ആത്മീയ ഗുരുക്കൾ എന്ന് പറയുന്ന ആളുകൾ ഏറ്റവും അവസാനം എത്തിച്ചേരുന്ന പദവിയാണ് തവാദു. ഏറ്റവും ആദ്യമല്ല, ഏറ്റവും അവസാനമേ തവാദുവിലേക്ക് എത്താൻ കഴിയൂ. ഇത് രണ്ടും ചേർത്ത് വായിച്ചാൽ യഥാർത്ഥ തസവുഫിനെയും സൂഫിയെയും നമുക്ക് കൃത്യമായി ഇഴകീറി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഇമാം ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് അടുക്കാനുള്ള വിവിധങ്ങളായ കവാടങ്ങളിൽ ഞാൻ എത്തിച്ചേരുകയുണ്ടായി. സുന്നത്ത് നിസ്കാരത്തിന്റെ കവാടം, സുന്നത്ത് നോമ്പിന്റെ കവാടം, ദിക്റിന്റെ കവാടം, സ്വലാത്തിന്റെ കവാടം, സ്വതക്കയുടെ കവാടം. അവിടൊക്കെ ചെന്ന് നോക്കുമ്പോൾ വളരെ തിരതിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെയൊന്നും പെട്ടെന്ന് അള്ളാഹുവിനെ പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അവസാനം ഞാൻ ബാബു തവാദു, വിനയത്തിന്റെ കവാടത്തിലെത്തി. വിനയത്തിന്റെ കവാടത്തിലെത്തിയപ്പോൾ ഒഴിഞ്ഞു കിടക്കാൻ അവിടെ തിരക്കില്ല. കാരണം അതിലൂടെ അള്ളാഹിനെ പ്രാപിക്കാൻ കൂടുതൽ ആളുകളൊന്നും തയ്യാറില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ആ വിനയത്തിന്റെ കവാടത്തിലൂടെ പ്രപഞ്ചനാഥനെ പ്രാപിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ജീലാനി തങ്ങൾ മാത്രമൊന്നുമല്ല, ഇമാം ഷാദുലി റഹ്മത്തുള്ളാഹി പോലെയുള്ള മഹാന്മാരൊക്കെ തന്നെയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ മഹാരഥന്മാരിൽ നിന്നുള്ള പാഠങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക. നമുക്ക് ആകെ അവകാശപ്പെടാനുള്ളത് ഇത്തരത്തിലുള്ള മഹാന്മാരുള്ള മഹബത്ത് നമ്മുടെ ഖൽബ് സൂക്ഷിക്കുന്നു എന്നാണ്. ആ മഹബത്തിന്റെ ബഹിസ്ഫുരണമാണ് നമ്മുടെ ഉറൂസുകൾ, അവരുടെ പേരിലുള്ള സംഗമങ്ങൾ, അവരെ നമ്മൾ ഓർക്കല് പറയല്. അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടമെന്നാണ് ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അഹിബ്ബ ഔലിയാ അല്ലാഹ് ലിയുഹിബ്ബൂക്. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കന്മാരെ നീ ഇഷ്ടപ്പെടാൻ വേണ്ടി സന്നദ്ധമാവുക. ലിയുഹിബ്ബൂക് എന്തിനാണിത്? ആ ഔലിയാക്കന്മാർ നിന്നെ ഇഷ്ടപ്പെടാനത് കാരണമാണ്. ഔലിയാക്കന്മാരെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മളെ ഇഷ്ടപ്പെടും. അപ്പൊ ഔലിയായിനെ നമ്മൾ കാണുന്നുണ്ടോ? നമ്മൾ കാണാത്ത വലിയനെയും ആ വലിയനും നമ്മളെ ഇഷ്ടപ്പെടാൻ സാധിക്കും. അതാണല്ലോ ഖുതുബിയത്തിൽ പറഞ്ഞ ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി, മല്ലാ ലഹു ശൈഖുൻ ഫഇന്നീ ലഹു ശൈഖുൻ വമുർശിദുഹു. ആത്മീയ ഗുരുവില്ലാത്തവന്റെ ഗുരു ഞാനാണ് അവന്റെ വഴികാട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വിശാലമായൊരു മനസ്സ് ഔലിയാക്കന്മാർക്ക് ഉണ്ടാകും. പക്ഷെ ഔലിയാക്കന്മാരെ നമ്മൾ ഇഷ്ടപ്പെടണം. അബൂ യസീദ് ബിസ്താമി തങ്ങൾ പറയുകയാണ്, അഹിബ്ബു ഔലിയാ അല്ലാഹ് ലിയുഹിബ്ബുക, എന്നാൽ അവരെ നിന്നെ ഇഷ്ടപ്പെടും. അതിന്റെ കാരണം അവിടെ നിന്ന് പറഞ്ഞു, ഫഇന്നല്ലാഹു സുബ്ഹാനഹു വ തആല യൻദുറു ഇലാ ഖുലൂബി ഔലിയാഇഹി ഫീ കുല്ലി യൗമിൻ 70 മറ.
അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും അവന്റെ ഇഷ്ടദാസന്മാരുടെ ഖൽബിലേക്ക് 70 തവണ അവന്റെ തിരുദൃഷ്ടി പായിക്കുന്നുണ്ട്. അഥവാ 70 തവണ അവൻ കാരുണ്യത്തോടുകൂടെ അള്ളാഹുവിന്റെ ഔലിയ എന്ന ഖൽബിലേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് നിന്റെ പേര് ആ ഔലിയന്റെ ഖൽബിൽ എവിടെയെങ്കിലും പതിഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുവെങ്കിൽ ഫയഗ്ഫർ ലക, നിനക്ക് എല്ലാം പുറത്തു കിട്ടും. നിന്റെ ആത്മീയത അതെ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരുമെന്ന് അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു തആല പറഞ്ഞതായി കാണാൻ സാധിക്കും. ആ ഒരു ആത്മീയമായ ചൈതന്യം ഉണ്ടാക്കിയെടുക്കുവാനും അവരുടെ കൂടെ ചേർന്നുകൊണ്ട് പാരത്രിക ലോകത്തേക്ക് എത്തിച്ചേരാനും ഒക്കെ വേണ്ടിയുള്ളൊരു പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ജഅഫർ തുറാത്തുംയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്ഥാപന സംവിധാനങ്ങളും മറ്റുമൊക്കെ അള്ളാഹു യഥാർത്ഥ വിജയത്തിലേക്ക് എത്തിച്ചേരുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പ്രാസ്ഥാനികമായി നമുക്കറിയാം, നമുക്ക് നേതൃത്വം നൽകിയിരുന്ന പല പണ്ഡിതന്മാരും നമ്മുടെ കൂടെയല്ല. ബഹുമാനപ്പെട്ട കട്ടിപ്പാറ അള്ളാഹു ബർസഖി ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. കട്ടിപ്പാറ സ്ഥാനക്ക് അടുത്ത കാലത്താണ് നമ്മളൊക്കെ കാണുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ടവർ 19 കൊല്ലക്കാലം സജീവമായി നിലനിന്നൊരു കാലമുണ്ട്. ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മർഹൂം EK അസ്സം മുസ്ലിയാർ ശിഷ്യനാണല്ലോ. EK അസ്സം മുസ്ലിയാർ പിന്നെ ഖണ്ഡന പ്രഭാഷണം നടത്താൻ എത്തിച്ചേരാൻ കഴിയേടത്തേടത്ത് ഖണ്ഡന പ്രഭാഷണം വരെ നടത്തിയിരുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കട്ടിപ്പാർ ഉസ്താദ്. അതുപോലെ തന്നെ ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സുൽത്താൻ കാന്തപുർ ഉസ്താദ് കാര്യമായി മുഷാവറ ചെയ്യാറുള്ളതും ബഹുമാനപ്പെട്ട ഉസ്താദിന് കാര്യമായ പിൻബലം നൽകാറുള്ളതും കട്ടിപ്പാർ ഉസ്താദായിരുന്നു. അവരൊക്കെ വില നമ്മൾ മനസ്സിലാക്കുന്നത് അവർ നമ്മളിൽ നിന്ന് പോകുന്ന സമയത്ത് മാത്രമാണ്. നമുക്കിടയിൽ ജീവിക്കുമ്പോൾ അവരെ വില നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഏതായിരുന്നാലും അത്തരത്തിലുള്ള മഹാന്മാരൊക്കെ വിട പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന നമ്മളെ ഉസ്താദുമാരും ശാരീരികമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കൊക്കെ തന്നെയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അധിഷ്ഠിതമായി അവസാന നിമിഷം വരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് പാരത്രികമായ വിജയം കൊയ്തെടുക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട കുറ്റമ്പുറ